പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സീരിയൽ കാണുന്ന വ്യക്തിയല്ല. അതിൻ്റെ അവതരണ രീതി, ഉള്ളടക്കം ഇതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സിനിമ കാണുന്ന വ്യക്തിയാണ്. മിക്കവാറും കാണുന്ന സിനിമയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും. വളരെ അപൂർവം സിനിമ മാത്രമേ ഇഷ്ടപ്പെടാതെ വരികയുള്ളൂ. അങ്ങനെ ഒരു തുറന്ന കലാഹൃദയമാണ് എനിക്കുള്ളത്. ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മുടെ ജിയോ ബേബി കാതൽ ദ കോർ എന്ന സിനിമയുടെ സംവിധായകൻ ജിയോ ബേബിയെ ഫറൂഖ് കോളേജിൽ ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചിട്ട് അവിടുത്തെ വിദ്യാർത്ഥി സംഘടന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അവർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കോഴിക്കോട് വരെ എത്തിയിട്ട് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. മാന്യമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഉദ്ഘാടനം മാറ്റിവെച്ചതെന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇത് ഒരു സംവിധായകനെ ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കാത്തത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ MSFും കോളേജ് യൂണിയനും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളാണ് ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് ചില വർത്തമാനങ്ങൾ പറയുന്നത്. ഈ ജിയോ ബേബി ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻ കോളേജിൽ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കിയ ആളാണ്. അദ്ദേഹം അവിടെ പഠിക്കുമ്പോൾ തന്നെ സീക്രട്ട് മൈൻഡ്സ് എന്ന പേരിൽ LGBT പരാമർശിക്കുന്ന കഥാതന്തുവായ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് ഇത് ഇഷ്ടപ്പെടാത്ത കാരണം അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 അന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് LGBT പ്രശ്നത്തിൽ ആ പ്രശ്നം ഉന്നയിച്ച് കഥ നെയ്തു എന്നതിൻ്റെ പേരിൽ ജിയോ ബേബിയെ പഠനത്തിൽ നിന്ന് വിലക്കുകയാണ് ചെയ്തത്. വർഷങ്ങൾ 16 കഴിഞ്ഞിട്ടും ഇതേ പ്രശ്നത്തിൽ ഇന്ന് അദ്ദേഹം വിവേചനം നേരിട്ടു എന്ന ദുഃഖകരമായ സത്യം. ഈ 16 വർഷം കൊണ്ട് ലോകത്തെ മിക്കവാറും എല്ലാ കോടതികളും LGBT സമൂഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആധുനിക സർക്കാരുകൾ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കോടതി ഈ LGBT പ്രശ്നത്തിൽ സജീവമായി ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങളെ ശബ്ദപൂർവം കേൾക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ട് സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ഈ അടുത്ത് സ്വവർഗ വിവാഹത്തിനെതിരായി നിന്നുവെങ്കിൽ തന്നെയും അത് കേൾക്കാനും പുനർവിചിന്തനത്തിനുമുള്ള ഒരുപാട് സൗകര്യം അതൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ 16 വർഷം കൊണ്ടുവന്ന മാറ്റം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും ഫറൂഖ് കോളേജും മനസ്സിലാക്കിയില്ല എന്ന സത്യമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1.5 പതിറ്റാണ്ടായി സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മതചിന്ത പേറിയ ഇവർക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പം ചുവരെഴുത്തു കാണുന്നില്ല. ഇവരെങ്ങാണ്ടോ പണ്ട് യാത്ര പുറപ്പെട്ട ഒരു കാളവണ്ടിയിലാണ് ഇന്ന് നിലയുറപ്പിച്ചിട്ടുള്ളത്. വണ്ടി ഒരുപാട് മാറി, ജെറ്റുകൾ വരെ വന്നു. ഇതൊന്നും അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴേ ജിയോ ബേബി എനിക്ക് ഇഷ്ടമുള്ള ഒരു താരമായി മാറിയിരിക്കുകയാണ്. ഈ സംഭവത്തിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായ അറിവ് എനിക്കില്ല. ഞാൻ പഠിച്ചപ്പോൾ സീരിയൽ കാണാറില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായും ശരിയല്ല. ഞാൻ 2 സീരിയൽ വളരെ രസിച്ച് കാണാറുണ്ട്. ഒന്ന് മറിമായം. മറിമായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്ലിപ്പ് ഓടുന്നുണ്ട് ഫേസ്ബുക്കിൽ.
കാമുകന്മാരായ രണ്ടുപേരുടെ വീട്ടിൽ വെച്ച് അവരുടെ വിവാഹ നിശ്ചയം. വരൻ്റെ പിതാവ് കണക്കിൽ അധികമായി തന്നെ സ്ത്രീധനം ചോദിക്കുന്നുണ്ട്. ഇത് വരൻ അംഗീകരിക്കുന്നുമുണ്ട്, ആവശ്യപ്പെടുന്നുമുണ്ട്. വധു ഒരു ചൂലുമായി വന്ന് അയാളെ തല്ലി ഓടിക്കുന്നതാണ് കാഴ്ച. നമ്മുടെ കൊല്ലത്ത് ഒരു വനിതാ ഡോക്ടർ PG പഠിച്ച വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഈ വിദ്യാർത്ഥി പഠിക്കാൻ ആവശ്യമായ പണം നമ്മുടെ ട്രഷറിയിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങളുടെയും എൻ്റെയും വരിസംഖ്യയാണത്, നികുതി പണമാണ്. അതൊരു കൊലപാതകമാണ്. ആ കൊലപാതകത്തെ വളരെ മുമ്പ് തന്നെ സാമൂഹ്യ വിമർശനപരമായി വിമർശിച്ച ഒരു സംരംഭമാണ് മറിമായം. അതുപോലെ തന്നെയാണ് MIT മൂസൻ. വളരെ രസാവഹമായി മൗദൂദി ചാനലാണെങ്കിൽ തന്നെയും ആ സീരിയൽ നന്നായി രസിക്കാൻ പറ്റിയതായിരുന്നെങ്കിൽ ഞാൻ ഈ കാണുന്ന 2 സീരിയലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ് ജിയോ ബേബി എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പുരോഗമനപരമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം LGBTQA+ ഇന്ന് ആധുനിക സമൂഹം അംഗീകരിച്ച ഒരു കാര്യമാണ്. ഒരാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ്. അതിൽ മറ്റാർക്കും പ്രശ്നമില്ല. രണ്ടുപേർ തമ്മിലുള്ള സെക്സിലോ ജെൻഡർ ഇടപാടുകളിലോ സമൂഹത്തിനോ മറ്റു വ്യക്തികൾക്കോ യാതൊരു സ്ഥാനവുമില്ല. അത് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. അത് സമൂഹത്തിൻ്റെ കാര്യമേ അല്ല. അത് ആധുനിക സമൂഹം ഉൾക്കൊണ്ട ഒരു സത്യമാണ്. ഇന്നലെ വരെ അങ്ങനെ അല്ലാതിരുന്നു. അപ്പം MSF ഉന്നയിക്കുന്ന പ്രശ്നം ഈ ജിയോ ബേബിയുടെ സാംസ്കാരിക മൂല്യച്യുതി നിറഞ്ഞതാണ്, അധാർമികമാണ്, ധാർമ്മിക മൂല്യത്തിന് ഉൾപ്പെടാത്തതാണ്. എന്താണ് ഇവരുടെ ധാർമ്മിക മൂല്യം? അതാണ് ഇവിടെ പരിശോധിക്കേണ്ട കാര്യം. വിമർശിക്കപ്പെടേണ്ട കാര്യവും അത് തന്നെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിലിം ക്ലബ്ബാണല്ലോ. ഈ പരട്ട കിതാബിൽ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥയാണ് ലൂത്ത് നബിയുടെ കഥ, ലൂത്തൻ്റെ കഥ. എന്താ കഥ? ആ കഥയിൽ പറയുന്നത്, അതായത് ലൂത്ത് നബിയുടെ കാലഘട്ടത്തിൽ സ്വവർഗരതിക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ദൈവം തമ്പുരാൻ ശിക്ഷിക്കുകയും നരകത്തിൽ ആക്കുകയും ചെയ്തു. നല്ല കാര്യം. അപ്പം ആ കഥയുടെ കോൺസെപ്റ്റ് ഈ സ്വവർഗരതിക്കാർ മോശക്കാരാണ്, അവര് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അതാണ് കഥ. ഈ ഒരു പരട്ട കിതാബിൽ ഇതുണ്ട്. ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് MSF ഈ ധാർമ്മിക മൂല്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. അപ്പോൾ ലൂത്ത് നബിയുടെ കഥ ഈ തലയ്ക്കകത്ത് കയറി ആധുനികമായ കണ്ടെത്തലുകളെ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഇത്തരക്കാർ ശിക്ഷിക്കപ്പെടേണ്ടവരാണെന്നൊരു ധാരണ ഇത്തരം വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട്. അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ യുവ നേതാക്കളാണ് ബാസിൽ അബ്ദുല്ലയും ഹിലാൽ CP തുടങ്ങിയുള്ള ആളുകൾ. അവരൊക്കെ നിരന്തരമായി ഈ LGBT സമൂഹത്തെ അപഹസിച്ചുകൊണ്ട് തന്നെ ഒരു സമുദായത്തെ ആകെ അവർക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് തെരുവിൽ കണ്ടാൽ അവരെ തല്ലത്തക്ക രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് LGBT സമൂഹത്തോട് ബാസിൽ അബ്ദുല്ലയും കൂട്ടരും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു കാര്യമാണ്. അവർ ഇത് ഞങ്ങൾ ശാസ്ത്രദൃഷ്ട്യാ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് പറയുന്നു എന്ന് പറയുന്നു. എന്താണ് ശാസ്ത്രം? ലൂത്ത് ശാസ്ത്രമാണ്, അല്ലാതൊരു ശാസ്ത്രമില്ല. അവരുമായി ഇക്കാര്യത്തിൽ
ബന്ധപ്പെട്ട അക്കാഡമികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളുമായി ചർച്ചയ്ക്ക് ഞാൻ ക്ഷണിച്ചിട്ട് പോലും അവർ പലരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ ഔദ്യോഗികമായി തന്നെ അക്കാദമികമായി പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയ്ക്ക് അവർ തയ്യാറുപോലും അല്ല. എന്നിട്ടാണ് ഈ ലൂത്തൻ കഥ കൊണ്ട് ഇവര് ആ സമൂഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. അപ്പം കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ MSF പറഞ്ഞത് ഈ ജിയോ ബേബിയുടെ മൂല്യം എന്ത് മൂല്യം? ധാർമ്മിക മൂല്യം മോശപ്പെട്ടതാണ്. കാരണം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഒരാൾക്ക് ഒരു ഇണ എന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുകയാണ്. എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമാണ്. അപ്പം ചോദിക്കാം, തനിക്ക് തൻ്റെ ഇണയോട് അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം, അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് പൊതുവേ കാര്യമാണ്. പൊതുവെയുള്ള കാര്യം പറയുമ്പോൾ എൻ്റെ ഉമ്മയെ, എൻ്റെ വാപ്പയെ, എൻ്റെ സ്ഥലത്തെ, എൻ്റെ മുടിയെ, എൻ്റെ പല്ലിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളെ കണ്ടാൽ എനിക്ക് സഹതാപമാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. അത് പോട്ടെ. അപ്പം ഒരു ആൾക്ക് ഒരു ഇണ എന്ന് പറയുന്നത് തെറ്റ് എന്ന് ജിയോ ബേബി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. 2, വിവാഹം ഒരു ദുഷിച്ച വ്യവസ്ഥിതി എന്ന് അദ്ദേഹം ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട്. അതിനോടും എനിക്ക് യോജിപ്പാനുള്ളത്. ഒരു വ്യവസ്ഥിതിയാകുമ്പോൾ അതിനകത്ത് ഗുണവും ദോഷവും ഉണ്ടാകും. തീർച്ചയായിട്ടും വിവാഹം എന്ന സമ്പ്രദായത്തിൽ ദോഷങ്ങൾ ഒരുപാടുണ്ട്, ഒത്തിരിയുണ്ട്. കൊല്ലം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒത്തിരി. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, കുടുംബം മോശമായ സ്ഥലമാണ്. 100% ഞാൻ യോജിക്കുന്ന കാര്യമാണ്. ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്, മൈത്രേയൻ എത്രയോ പ്രാവശ്യം പറയാറുണ്ട്. സുനിൽ പി ഇളയിടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പുരോഗമനം പറയുന്ന ആളുകൾ സ്ഥിരമായി പറയുന്ന കാര്യം, എൻ്റെ മനസ്സിലുമുള്ള കാര്യമാണ്. ജിയോ ബേബി ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഈ 3 കാര്യത്തെയും എടുത്തു പിടിച്ചുകൊണ്ടാണ് MSF നമ്മുടെ ജിയോ ബേബിയുടെ ധാർമ്മിക മൂല്യത്തെ അളന്നു തിട്ടപ്പെടുത്തി ഇവൻ ഇവിടെ വരണ്ട, ഇവനെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ജനാധിപത്യ വിരുദ്ധമായി തന്നെ. എന്താ ജനാധിപത്യം? എതിർ ശബ്ദത്തെ കേൾക്കുക, ചിന്തിക്കുക, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളിക്കളയുക. അപ്പം ഒരു ഡയലോഗിന്റെ സാധ്യതയാണ് ഇവിടെ അടയ്ക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധം. പിന്നെ ഈ മതശക്തികൾക്ക് ജനാധിപത്യമെന്നൊന്നും ഇല്ല. ഒരു 1400 പേജുള്ള ഒരു പരട്ട സാധനം, അതിനകത്ത് എന്തൊക്കെയോ വിശ്വസിക്കാൻ കൊള്ളാത്ത കഥകൾ, പൊട്ടക്കഥകൾ, അതിലൊക്കെ അഭിരമിച്ചുകൊണ്ട് അതിനെയൊക്കെ മഹത്വവൽക്കരിച്ച്, ഇപ്പം നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, സ്മെല്ല് വരാതിരിക്കാനായിട്ട് പല മരുന്നുകളും തളിക്കാറുണ്ട്. അവിടെ അത്ര തെളിക്കുകയാണെങ്കിൽ കുറേ നേരത്തേക്കൊരു മണം ഉണ്ടാകുമെങ്കിലും നാറ്റം പോകത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ ഈ പരട്ട ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ അത്ര തെളിച്ചാലും അതിനകത്തുള്ള ഗന്ധം അത് വമിപ്പിക്കാതിരിക്കത്തേയില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ച് ഒരാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് അയാളാണ്. അത് സമൂഹമല്ല, മറ്റൊരു വ്യക്തിക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പം സിനിമയിലൂടെയോ പ്രചരണത്തിലൂടെയോ പറച്ചിലിലൂടെയോ നിർബന്ധത്തിലൂടെയോ ചികിത്സയിലൂടെയോ മറ്റു മാർഗത്തിലൂടെയോ ഒരാളുടെ ജെൻഡർ മാറ്റാനേ സാധ്യമല്ല. അപ്പം ഞാനൊരു ഹെറ്ററോസെക്സ്വലാണ്. എനിക്ക് പുരുഷന്മാരോട് യാതൊരു ആകർഷകത്വം തോന്നിയിട്ടേയില്ല. അപ്പോഴേ എനിക്ക് ക്ലാസ് തന്നാലോ, എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചാലോ, എന്നെ സിനിമ കാണിച്ചാലോ, ഇപ്പം നമുക്ക് സിനിമ കാണിച്ച് ആശയപരമായ ആശയ രൂപവൽക്കരണം നടത്താവുന്ന മേഖലകളുണ്ട്. ഇപ്പം MGR
പിന്നെ തെലുങ്ക് ദേശത്തിലെ NT രാമറാവു ഒക്കെ മുഖ്യമന്ത്രി ആയതൊക്കെ സിനിമയിലൂടെ ആശയപ്രചരണം നടത്തിക്കൊണ്ട് തന്നെയാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് സിനിമ ആശയപ്രചരണ രംഗത്ത് വന്ന് അത്തരം സാമൂഹ്യപരമായ കാര്യങ്ങളിൽ അതിന് സ്വാധീനമുണ്ട്. എന്ന് വെച്ച് എല്ലാ തലങ്ങളിലും സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ജിയോ ബേബി കാതൽ എന്ന സിനിമ എടുത്തത് കൊണ്ടാണ് ഇവരുടെ ചൊറിച്ചലിന്റെ കാതൽ ഇതാണ്. ജിയോ ബേബിയുടെ കാതൽ തമിഴിലെ കാതലാണ്, സ്നേഹം, പ്രേമം എന്നൊക്കെ. നമ്മൾ മലയാളത്തിൽ കാതൽ എന്ന് പറയുന്നത് തടിയുടെ കാതൽ, ഇവരുടെ കാതൽ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. ആ സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ. അദ്ദേഹം ഗേ ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിവാഹമോചനം അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാണ് കഥാതന്തു ഞാൻ മനസ്സിലാക്കി. എനിക്ക് കാണാം, ഞാൻ കണ്ടിട്ടില്ല അതുവരെ. അപ്പം ഈ കഥ ഉണ്ടാക്കിയെടുത്ത ആളെന്ന നിലയ്ക്ക് ഈ കഥ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും. അപ്പൊ MSF പഠിക്കുന്ന കോളേജിൽ വന്ന് ജിയോ ബേബി സംസാരിച്ചാൽ അവിടുത്തെ കുട്ടികളൊക്കെ ജെൻഡർ മാറിപ്പോകുമെന്ന ധാർമ്മിക മൂല്യച്യുതിയുടെ മൊത്തക്കച്ചവടക്കാരുടെ കണക്കുകൂട്ടലായിരുന്നു അദ്ദേഹത്തെ അവിടെ കയറ്റാതെ തിരിച്ചയച്ചത്. എന്ത് അപഹാസ്യമായ നടപടി നിങ്ങൾ നോക്കൂ. ഇനി നമുക്ക് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടത്. ഫിലിം ക്ലബ്ബാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത്. ഇപ്പം ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് പാസ്പോർട്ട് വന്ന കാലഘട്ടത്തിലൊക്കെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് ക്ഷണിച്ച ആളുകളുണ്ട്. ചിത്രങ്ങൾ പാടില്ല, അത് ഷാത്താനെ വിളിച്ചു വരുത്തും. അപ്പം MSF ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം ഫിലിം ക്ലബ്ബ് പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ ലക്ഷണവും ജിയോ ബേബിയും ഒക്കെ ഉദ്ഘാടനവും ഒക്കെ അത് ഇവർ ചെയ്യാതെ. അപ്പം MSF ഒരു പഠന ശിബിരം നടത്തിക്കൊണ്ട് 2 വിഷയത്തിൽ ക്ലാസ് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് ഫിലിം അല്ലെങ്കിൽ ഛായാചിത്രങ്ങൾ, ഇത് പാടുണ്ടോ? നമ്മുടെ പരട്ട കീയിൽ എന്താ പറഞ്ഞത്? കിതാബ് പരട്ട കീയിൽ എന്താ പറയുക, പാക്കിയിൽ എന്താണ് പറഞ്ഞത് എന്ന് പഠിക്കുക. 2, ആധുനിക ലോകം LGBT എങ്ങനെ നോക്കിക്കാണുന്നു, അതിൻ്റെ ശാസ്ത്രീയമായ രീതികൾ എന്താണ്, ഇത് അസുഖമാണോ, ഇത് ലൂത്താണോ, മുക്കിക്കൊല്ലേണ്ടതാണോ, പഠിക്കേണ്ടതുണ്ട്. അതാണ് എനിക്കിതിനകത്ത് നിർദ്ദേശിക്കാനുള്ള കാര്യം. ഇനി നമുക്ക് ഓരോ കാര്യം, ഇദ്ദേഹത്തിൻ്റെ 3 കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഓരോ കാര്യവും എടുത്ത് പരിശോധിക്കാം. ഇപ്പം ഒരാൾക്ക് ഒരു ഇണം, അത് തെറ്റെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ പാക്കിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത് പാക്കിയിൽ പറഞ്ഞിരിക്കുന്നത്? പരട്ട കിതാബ്, അതാണ് പാക്കിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈരണ്ടായോ നന്നാലായോ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. അപ്പം ഈരണ്ട് എന്ന് പറഞ്ഞാൽ 4, നന്നാല് എന്ന് പറഞ്ഞാൽ 16. ഇതൊക്കെ അക്കങ്ങളാണെങ്കിൽ, അരിത്തമാറ്റിക് ആണെങ്കിൽ കാലത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച് ഇവർ 4 വെച്ചിട്ടുണ്ട്. ഇതിന് ഈരണ്ട് നന്നാലിൽ ഈരണ്ട് മാത്രം എടുത്തുകൊണ്ട് 4 വരെ ആകാം. അങ്ങനെ പിന്നെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. അപ്പം ഈ 4 വരെ എന്നുള്ളത് പ്രാബല്യത്തിലുള്ള കാര്യമാണോ? ഈ പാക്കി ഇതിനകത്ത് കയറി ഭയങ്കരമായി ഇരുപ്പുറപ്പിച്ചു പോയെങ്കിൽ 4 നന്നാല് സാധ്യമാണ്. നമുക്കൊരു 1400 വർഷം മുമ്പ് പോവുകയാണെങ്കിൽ ഈ പാക്കിയുടെ രചയിതാവിന് 9 ഉണ്ടെന്നും 13 ഉണ്ടെന്നും വെപ്പാട്ടി ഉണ്ടെന്നും ഈ ഇടയ്ക്കൊരു ക്ലിപ്പ് ഞാൻ കണ്ടു. അതായത് മുത്ത് ഒരു ദമ്പതികൾ നടന്നു പോകുന്നത് കണ്ടു. സങ്കല്പമാണ്. ആ സ്ത്രീയോട് ഇദ്ദേഹത്തിന് അനുരാഗം തോന്നി. അപ്പോൾ മറ്റവൻ ചെയ്യേണ്ട കാര്യം, മുത്തിന് വേണ്ടി ഈ പെണ്ണിനെ അവൻ തലാക്കു ചൊല്ലലാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ഫേസ്ബുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് പറഞ്ഞ കഥയല്ല, അത് വർത്തമാനമാണ്. ഈ മുത്ത് ഒരിക്കൽ തൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ സ്ത്രീ, ഇദ്ദേഹത്തിൻ്റെ മാമൻ്റെ മകളോ എങ്ങോട്ടാണ്, കസിനാണ്, കുളിച്ചോണ്ട് നിൽക്കുകയാണ്. ഈ കുളിച്ചോണ്ട് നിന്ന സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ വളർത്തുമകൻ്റെ ഭാര്യയാണ്. ഇദ്ദേഹം ആ കുളിമേനിയിൽ ആകൃഷ്ടനായി
സ്ഥലകാല ഭ്രമം സംഭവിച്ചു. നിർവികാരനായി നിന്നപ്പോൾ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം ഇറക്കിക്കൊടുത്തു. ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. വിവാഹം ചെയ്തു കൊടുക്കലാണ് പ്രപഞ്ചനാഥന്റെ മുഖ്യ പണികളിൽ ഒന്ന്. ഇത് പാക്കിയിലുണ്ട് കേട്ടോ. പാക്കിയിൽ ഇനിയുള്ള ആളുകളൊക്കെ വായിക്കാനുള്ള, എൻ്റെ സന്തതി പരമ്പരയിൽ ഇനി വരാൻ പോകുന്ന എല്ലാവരും വായിക്കാനുള്ള ഈ കഥയാണ് ഈ കുളിസീൻ. അപ്പോൾ ഒരു എണ്ണം മതിയോ? മുത്തിന് ഒരുപാട് ഉണ്ടായിട്ടാണ് കുളി കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയത്. ഇതൊക്കെ മുഹമ്മദ് ഖാനെ 1400 വർഷം മുമ്പുള്ള കഥയല്ലേ എന്ന് ചോദിച്ചാൽ, MSF വിദ്യാർത്ഥികളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, റെജീന സിൻഡ്രോം മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ലീഗ് നേതാക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഐസ്ക്രീം പാർലർ എന്ന് പറയുക. ഫറൂഖ് കോളേജിൽ ഐസ്ക്രീം പാർലർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഐസ്ക്രീം പാർലർ ഒരിണ പോരാ എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. ഇത് 2011 അപ്പം 1400 വർഷം മുമ്പത്തെ കഥയും പോരാ, 2011 സംഭവം പോരാ എന്നുണ്ടെങ്കിൽ ഇനിയും തരാം. ഇപ്പം ഒരു പുത്തൻ കൂറ്റുകാരൻ ഇവർക്കൊക്കെ വേണ്ടി വർത്തമാനം പറയാനുണ്ട്. അയ്യൂബ് മൗലവി, ഇസ്ലാം പുൽകി, പുത്തൻ ഇസ്ലാമായി അവിടെയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പാക്കി എൻ്റെ തലയിലിരുന്ന് ചൊറഞ്ഞപ്പോൾ ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്ന ഞാൻ ഒന്നിലധികം ഭാര്യയെ വേട്ടു. ഇപ്പൊ അതിൻ്റെ ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. അതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ കാലുമാറ്റത്തിൻ്റെയൊക്കെ കാരണത്തിന്റെ കാതൽ അവിടെയാണ് കിടക്കുന്നത്. അപ്പം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇട പോരാ. 2011 ഐസ്ക്രീം പാർലർ കേസിൽ ഇണ ഒന്നല്ല അയ്യൂബ് മൗലവി. ഇനിയുണ്ട് തെളിവ്. ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പൊതുവിൽ പരിതപിക്കുകയാണ്, മൈക്ക് വെച്ച് കെട്ടി കരയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോട്. ഔക്കരിക്കാടെ മോള് പൊരഞ്ഞു നിൽപ്പുണ്ട്, ഞാൻ കെട്ടിക്കോട്ടെ, നീ അനുവദിക്കാത്തതെന്നാണ്. റബ്ബിൽ സത്തായ തമ്പുരാൻ അനുവദിച്ച് തന്നിട്ടുള്ളതല്ലേ മോളെ, നീ എനിക്ക് കനിഞ്ഞരളി, ഒന്നിലധികം പോരാ. ഇങ്ങനെ 100 കഥകൾ നമുക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കുമെങ്കിൽ, അപ്പം നിങ്ങളുടെ പാക്കി പറയും, ഐസ്ക്രീം പാർലറിൽ പറയും, പിന്നെ നിങ്ങളുടെ എന്താ പറയുക മൗലവി പറയും, മുജാഹിദ് ബാലുശ്ശേരി പറയും ചെയ്യും. ഇത് ജിയോ ബേബി പറയുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് തെറ്റാവുന്നത്. MSF കുട്ടികളെ. 2, കുടുംബം എന്താ പറഞ്ഞത് അദ്ദേഹം? കുടുംബം ഒരു മോശ സ്ഥലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആണോ? ആണ്. നബിയുടെ ഒരു സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഉമർ. നബി ഇങ്ങനെ പ്രചരണം തുടങ്ങിയ കാലഘട്ടത്തിൽ 2 പേർ തൻ്റെ മതത്തിൽ ചേരാനായിട്ട് നബി ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 ഉമർ, 2 ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന യുദ്ധത്താൽ ഇദ്ദേഹത്തിൻ്റെ സഹാബാക്കളാൽ കൊല്ലപ്പെട്ട അബുജഹൽ. ഇതിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ മതത്തിൽ ചേരണമെന്ന് നബി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉമർ ബിൻ ഖത്താബ്, അദ്ദേഹം ഖലീഫ ആളാണ് അദ്ദേഹം. ഞാനിത് പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മകൾ ഹഫ്സ, ഇദ്ദേഹത്തോടൊപ്പം പ്രായമുള്ള ആളാണ്, സുഹൃത്താണ്. സുഹൃത്തിൻ്റെ മകളെ, അന്ന് അത് നിലവിലുള്ള ഒരു ചട്ടമാണ്, ഒന്നിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഈ 2 നന്നാല് പാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹഫ്സയെ വിവാഹം ചെയ്തു കൊടുത്തു. ഹഫ്സയുമായി ഇദ്ദേഹത്തിന് ഉടക്കുണ്ടായി. ഭാര്യമാരുമായി ഉടക്കുണ്ടായിട്ടുണ്ട്. ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല ഇദ്ദേഹം. അപ്പൊ ഉമർ ഇടപെട്ടു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ശ്രേഷ്ഠകളായ ഭാര്യമാരെ അള്ളാഹു അദ്ദേഹത്തിന്റെ പണി അതല്ലേ, കുളിസീന് ഓർമ്മയില്ലേ? അതുകൊണ്ട് മടങ്ങി ഒതുങ്ങി കഴിഞ്ഞു കൊള്ളിടൂ എന്ന് അവരോട് താക്കീത് ചെയ്ത് ഹഫ്സ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉമറാണ്. നബിക്ക് ഇങ്ങനെ ഭാര്യമാരോട് പിണക്കങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് കഥകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. അതിലൊന്നേ പറഞ്ഞുള്ള ഹഫ്സയെ ഇദ്ദേഹം മൊഴിചൊല്ലാനായിട്ട് തയ്യാറായപ്പോൾ അത്
പിന്നീട് കോംപ്രമൈസിൽ കൂടി. ഞാൻ പറയുന്നത്, വിവാഹം ഒരു നല്ല സമ്പ്രദായമാണെങ്കിൽ മുത്ത് ഇങ്ങനെ മുത്താൻ നിൽക്കുമോ? ഇല്ലല്ലോ. ശരി, ഇത് പഴങ്കഥ. പുതിയ കഥയിലേക്ക് വരാം. നമ്മുടെ ഹാദിയ, വിവാദ ഹാദിയ, നമ്മുടെ ഇന്ത്യയുടെ ജുഡീഷ്യറി അംഗീകരിച്ചു കൊടുത്ത ഒരു ബന്ധമാണ് അവരുടെ. അവർക്ക് സ്വഭീഷ്ടപ്രകാരം മതം മാറാനും ഇഷ്ടമുള്ള പുരുഷനെ വിവാഹം കഴിക്കാനും അവകാശമുള്ള ഒരു ജനാധിപത്യ സംവിധാനകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്തു. ഇപ്പം അവരുടെ ആദ്യത്തെ ഭർത്താവിനെ മുഴിചൊല്ലി മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്തിരിക്കുക. അങ്ങനെ തന്നെ വേണം. അതാണ് അതിൻ്റെ ശരി. നമ്മളിവിടെ പറയുന്നത്, MSF പറയുന്നത് ഇതല്ലല്ലോ. വിവാഹം, കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ചക്കരയാണ്. നക്കി 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 തേനൊലിപ്പിക്കാവുന്ന സാധനങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെയാണ് ഇത്തരം ഹഫ്സയുണ്ട്, ഹാദിയയുണ്ട്. എത്ര നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ. പിന്നെ വിവാഹത്തെ പോലെ ഒരു ദൂർത്തടങ്ങിയ ഒരു സമ്പ്രദായം, എന്നേ വെച്ചുകെട്ടി മതിയാക്കേണ്ട ഒരു സമ്പ്രദായമാണ് ഈ വിവാഹം. അനേകായിരം ആളുകളെ വിളിച്ചു വരുത്തുക, അമിതമായ ആഹാരമുണ്ടാക്കി കളയുക, സ്വർണം, കാറ്, നിലം തുടങ്ങിയ സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ കെളി രംഗമാണ് വിവാഹം. ഇപ്പൊ തന്നെ നമ്മളെ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. തമ്മിൽ കാമുകന്മാരായിരുന്നിട്ട് പോലും 150 പവൻ, BMW കാറ്, പിന്നെ 15 ഏക്കർ ഭൂമി എന്നൊക്കെ ചോദിച്ച് ആ കുട്ടിയുടെ കുടുംബം സങ്കല്പിച്ചാൽ പോലും ഉണ്ടാക്കാത്താനൊക്കാത്ത രീതിയിലുള്ള ധനം ആവശ്യപ്പെട്ട ആ കൊലയാളി. ഇതൊക്കെ വിവാഹം നല്ലതെന്ന് പറയുകയാണ്. ഈ ദുസ്ഥിതി നല്ലതെന്ന് പറയുകയാണെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇനിയുള്ള കുട്ടികളൊക്കെ ഇതിനൊക്കെ തയ്യാറാവില്ല. MSF കുട്ടികൾ മനഃപൂർവ്വം ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്. അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ പറ്റിക്കപ്പെടാനുള്ള പാകത്തിലുള്ള കുട്ടികളല്ല. എന്തൊക്കെയോ വികാരത്തിൻ്റെ പേരിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവരെ നയിക്കുന്നവർ. പിന്നെ ഇതൊക്കെ പറയുമ്പോഴേ MSF കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മദ്രസ പീഡന കളരികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഈ LGBTQ കുറിച്ച് ഇദ്ദേഹം കാതൽ സിനിമ എടുത്തല്ലേ? അവിടെ കാതലല്ലേ നടക്കുന്നത്? കാതലുകൾ അരങ്ങേറുന്ന സ്ഥലമല്ലേ മദ്രസ പീഡന കളരികൾ? എപ്പോഴും വാർത്തയല്ലേ? ആരിഫ് ഹുസൈൻ പറയുന്നത് പോലെ അത് സീരിയസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്ന് പറയാതിരിക്കാനാവില്ല എന്നത്. അതുകൊണ്ട് MSFന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഹ്വാനം കൊണ്ടോ, സിനിമ കൊണ്ടോ, പ്രേരണ കൊണ്ടോ, വളർത്തുദോഷം കൊണ്ടോ, ചികിത്സ കൊണ്ടോ മാറാവുന്ന കാര്യമല്ല LGBT. ഒരാളുടെ ജെൻഡർ നിശ്ചയിക്കുന്നത് അയാൾ തന്നെയാണ്. ഇത് ആധുനിക കണ്ടെത്തലാണ്. ഇതിനെതിരെയുള്ള വാളേന്തൽ നിങ്ങളുടെ പുരോഗമനമില്ലായ്മയാണ്. പാക്കിയുടെ സ്വാധീനം മാത്രമായി കാണാൻ സാധിക്കും. 1-2 വർത്തമാനം കൂടി നമുക്ക് നിർത്താം. നമ്മുടെ ഫൈസൽ കൂടത്തായി ഇപ്പം ലവ് ജിഹാദിനെ കുറിച്ച് പറയും. പണ്ട് ക്രിസ്ത്യാനികളും RSSകാരും ഒക്കെ ഈ ക്രിസംഗികളൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിച്ചതിനെ അതൊക്കെ മറന്നുകൊണ്ട് ഈ ഫൈസൽ കൂടത്തായി എന്ന മഹാനുഭവൻ, എടോ ഫൈസൽ കൂടത്തായി, തൻ്റെ സമുദായത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് താൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അവരൊക്കെ വല്ലവനും വിളിച്ചാൽ ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ ബുദ്ധിശൂന്യരാണോ? തന്നെക്കളക്കെ 100 മടങ്ങ് ബുദ്ധിയും ചിന്താശേഷിയും ഉള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം. തൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്, 2045 ആവുമ്പോൾ കേരളത്തിലെ മുസ്ലിം വനിതകളെല്ലാം നിരീശ്വരവാദികളാകുമെന്ന്. ക്ലിപ്പോടിയല്ലോ. കൂടത്തായി കണ്ടു നോക്കൂ. വിവരമില്ലാഞ്ഞിട്ടാണോ? വിവരമുണ്ടായിട്ടാണോ? അത് വിവരമില്ലാഞ്ഞിട്ടല്ല. താൻ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള സ്ത്രീ കുട്ടികളല്ല, പെൺകുട്ടികളല്ല ഇന്നുള്ളത്. തനിക്ക് അവിവേകം കൊണ്ട് അയാൾക്ക് ബാക്കി സ്വാധീനമൊന്നുമില്ല കേട്ടോ.
ഈ പാക്കി അയാൾക്കൊക്കെ ഈ അന്നധാരത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് ഈ തൊണ്ടയിൽ കൂടി സാധനം എന്നും കടത്തിവിടണമല്ലോ, സുഖിക്കണമല്ലോ, ഐസ്ക്രീം കഴിക്കണമല്ലോ, റെജീന സിൻഡ്രോം ഉണ്ടാകുമല്ലോ. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അടവ് നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഫൈസൽ കൂടത്തായിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അത് സൂറത്തിൻ നിസ. ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അത് സ്ത്രീ വിവേചനത്തിൻ്റെ DNA ആണ് ആ അധ്യായം. ആ പാക്കി ഇവരെ സ്വാധീനിക്കുവോളം കാലം അതിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ മോചിതരായിക്കൊണ്ടിരിക്കുന്നു എന്ന അങ്ങേയറ്റത്തെ നല്ല പരമാർത്ഥം അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഫൈസൽ കൂടത്തായിയൊക്കെ അതൊക്കെ പറയും, MSFനൊക്കെ തെറ്റായി നയിക്കും. അതൊക്കെ നടക്കുമ്പോൾ തന്നെ പിന്നെ ഫൈസൽ കൂടത്തായി തന്നെയാണെന്ന് തോന്നുന്നു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മിശ്രവിവാഹം കൂടുന്നു. അപ്പം നേരത്തെ നമ്മുടെ ഉസ്താദ് പറഞ്ഞ 45 മുസ്ലിം സ്ത്രീകളൊക്കെ നിരീശ്വരവാദികളാകുമെങ്കിൽ മിശ്രവിവാഹവും കൂടും. നമ്മൾ ഈ പറയുന്നത് സമൂഹം മാറുന്നു, മുസ്ലിങ്ങൾ മാറ്റം ഉൾക്കൊള്ളുന്നു, അവരെ ഇഞ്ചിനിഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെയാണ് ഈ മുസ്ലിം സംഘടനകളൊക്കെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടും അന്നഭോജനത്തിനും വേണ്ടിയിട്ടും അവസരവാദപരമായ നിലപാട് എടുത്തുകൊണ്ട് ആത്മാർത്ഥതയില്ലാതെ, ചരിത്രം പഠിക്കാതെ, വസ്തുതകളെ കണ്ണുനോക്കി മനസ്സിലാക്കാതെ, കണ്ണു തുറന്ന് മനസ്സിലാക്കാതെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ട് വഞ്ചിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വഞ്ചിക്കപ്പെടാൻ ഇവിടെ ജനമുണ്ടാവില്ല എന്നൊരു നഗ്നസത്യം മുന്നിലുള്ളത് കൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.